ആദ്യം നിങ്ങളുടെ പിക്സൽ ലാബ് ഓപ്പൺ ചെയ്യുക. അതിനുശേഷം ഇമേജിലൊന്ന് ക്ലിക്ക് ചെയ്യുക. തമ്പനയിൽ അതിൽ ക്ലിക്ക് ചെയ്യുക. ടെക്സ്റ്റ് ഐക്കൺ അത് ഡിലീറ്റ് ചെയ്യുക. ഇനി നമുക്ക് തമ്പനയിലിൻ്റെ കളറൊന്ന് ചേഞ്ച് ചെയ്യാം. അതിനുശേഷം താഴെ ആ വലത് ഭാഗത്ത് കാണുന്ന അതിലൊന്ന് ക്ലിക്ക് ചെയ്യുക. പിന്നെ കളറൊന്ന് ചേഞ്ച് വരുത്താം. പിന്നെ ആ പ്ലസ്സിലൊന്ന് ക്ലിക്ക് ചെയ്ത് നമുക്ക് കളറ് ഷെയ്ഡിങ് ഒക്കെ ആയിട്ട് കൊടുക്കാം. അഡ്ജസ്റ്റ് ചെയ്തിട്ട് ഇഷ്ടമുള്ള രീതിയിൽ വെച്ച് കൊടുക്കാം. അതിനുശേഷം ഓക്കെ കൊടുക്കുക. അതിനുശേഷം ആ മുകളിൽ കാണുന്ന പ്ലസ്സിലൊന്ന് ക്ലിക്ക് ചെയ്യുക. അതിൽ സ്റ്റിക്കറിൻ്റെ താഴെ ഷേപ്സ് കണ്ട് അതിലൊന്ന് ക്ലിക്ക് ചെയ്യുക. ഇനി ആ ഷേപ്പിലൊന്ന് ക്ലിക്ക് ചെയ്ത് വലിപ്പം കൂട്ടാനും കുറയ്ക്കാനും പറ്റും. അതിനുശേഷം താഴെ കാണുന്ന ആ ഐക്കണിലൊന്ന് ക്ലിക്ക് ചെയ്യുക. നമുക്കിതിൻ്റെ കോപ്പി 2-3 കോപ്പി എടുക്കണം. അതിനുശേഷം ആ ഷേപ്പ് ഒന്ന് നമ്മുടെ ആവശ്യത്തിന് നീളം കുറയ്ക്കുക. എത്ര ലെറ്റർ വരും അതിന് കണക്കായിട്ട് കട്ട് ചെയ്ത് വയ്ക്കുക. ഇനി നമുക്ക് ടെക്സ്റ്റ് എടുത്തത് അതിൽ എന്ത് ലെറ്റർ കൊടുക്കുന്നുണ്ടെങ്കിൽ അത് ടൈപ്പ് ചെയ്യുക. എങ്ങനെ ഒരു നല്ല യൂട്യൂബ് തമ്പനയിൽ നിർമ്മിക്കാം എന്നാണ് ഞാൻ ടൈപ്പ് ചെയ്യുന്നത്. ഇനി അതൊന്ന് വലിപ്പം പാകത്തിനാക്കാം. ആ ലെറ്ററിനൊക്കെ ഒന്ന് കളർ വരുത്താം. ഷേപ്പിൻ്റെ കളറൊക്കെ നമുക്ക് മാറ്റിയെടുക്കാം. ഇതൊക്കെ നിങ്ങളതിൽ നോക്കി കണ്ട് മനസ്സിലാക്കി ചെയ്യണം. ഇനി നമുക്ക് ആ ലെറ്ററിൻ്റെ കളറൊക്കെ ഒന്ന് ചേഞ്ച് വരുത്താം. അതിന് നിങ്ങൾ ആ കളറിലൊന്ന് ക്ലിക്ക് ചെയ്യുക. താഴെ കാണുന്ന ഏലൊന്ന് ക്ലിക്ക് ചെയ്തിട്ട് അതിൽ സ്റ്റൈൽ എന്ന് കാണും നടുക്കിലായിട്ട് വലത് ഭാഗത്ത് ബി എന്ന് എഴുതി കാണും. അതിലൊന്ന് ക്ലിക്ക് ചെയ്യുക. എന്നിട്ട് അതിൻ്റെ തിക്കൻസ് ഒന്ന് കൂട്ടാം. ലെറ്ററിൻ്റെ തിക്കൻസ് ഒന്ന് കൂട്ടാം. അതിനുശേഷം ആ കോപ്പി എന്ന് കാണുന്നില്ലേ അതിലൊന്ന് ക്ലിക്ക് ചെയ്യുക. ലെറ്റർ കോപ്പി ചെയ്ത് അതിൻ്റെ ടെക്സ്റ്റ് മാറ്റാം. ഇനി ആ ടെക്സ്റ്റ് അതിലൊന്ന് ക്ലിക്ക് ചെയ്ത് തമ്പനയിൽ നിന്ന് അടിച്ചു കൊടുക്കുക. എന്നിട്ട് ആ ഷേപ്പിൻ്റെ കളറൊന്ന് നമുക്ക് ഇഷ്ടപ്പെട്ട ഒരു കളർ നോക്കിയെടുക്കുക. ഇനി ആ ലെറ്ററിൻ്റെ
കളറും ചേഞ്ച് വരുത്താം, വൈറ്റ് ആക്കാം. ഇനി നമുക്ക് ആ ലെറ്ററിൻ്റെ സ്റ്റൈലൊക്കെ ഒന്ന് മാറ്റിയെടുക്കാം. അതിന് നിങ്ങൾ ആ ഫോണ്ടിൽ ക്ലിക്ക് ചെയ്തിട്ട് ഇഷ്ടപ്പെട്ട ലെറ്റർ നോക്കിയെടുക്കുക. ഇനി നിങ്ങൾ മുകളിൽ കാണുന്ന ആ പ്ലസിൽ ക്ലിക്ക് ചെയ്യുക, ഗാലറി അതിൽ ക്ലിക്ക് ചെയ്യുക. നമുക്ക് ഇഷ്ടപ്പെട്ട യൂട്യൂബിൻ്റെ ഐക്കൺ ഉണ്ടെങ്കിൽ നമുക്കതിൽ ആഡ് ചെയ്യാം. ഇനി ആ ടെക്സ്റ്റിലൊന്ന് ക്ലിക്ക് ചെയ്യുക, അതിൻ്റെ കോപ്പി എടുക്കുക. ഇനി ആ ടെക്സ്റ്റിൽ ലെറ്ററൊക്കെ ഒന്ന് ചേഞ്ച് ചെയ്ത് കൊടുക്കാം. ആ ലെറ്ററിൻ്റെ വലിപ്പമൊക്കെ കൂട്ടി കൊടുക്കാം. പിന്നെ ഷേപ്പ് നീളം കുറയ്ക്കുക, നമ്മുടെ പാകത്തിന് ആക്കി വയ്ക്കുക. മുകളിൽ കാണുന്ന ആ പ്ലസിലൊന്ന് ക്ലിക്ക് ചെയ്ത് വീണ്ടും ഒരു ഷേപ്പ് എടുക്കുക. അതൊന്ന് ചെറുതാക്കി മുകളിൽ വലതുഭാഗത്ത് വയ്ക്കുക. അതിൽ യൂട്യൂബ് എന്ന് ടൈപ്പ് ചെയ്ത് കൊടുക്കുക, ടെക്സ്റ്റ് എടുത്തിട്ട്. വീണ്ടും ആ മുകളിൽ കാണുന്ന പ്ലസിൽ ക്ലിക്ക് ചെയ്യുക. അതിൽ ഷേപ്പ് വീണ്ടും ഒന്നുകൂടി എടുക്കുക. അതുപോലെ നീട്ടി വീതി കുറച്ച് കറക്റ്റ് ചെയ്ത് വയ്ക്കുക. ഇതിൽ കാണുന്ന പോലെ ചെയ്യുക. ഇനി നമുക്ക് ഈ ഷേപ്പിൻ്റെ സൈഡൊക്കെ ഒന്ന് റൗണ്ടാക്കി കൊടുക്കാം, കളറൊന്ന് ചേഞ്ച് ആക്കാം. ഇതൊക്കെ ഇതിൽ തന്നെ ചെയ്യാം. ഇത് നോക്കി ഇതുപോലെ നമുക്ക് പുതിയതായിട്ടുണ്ടാക്കുന്ന തമ്പനയിലൊക്കെ നമുക്കിതുപോലെ നമ്മുടെ ഐഡിയ പോലെ നമുക്ക് ഇഷ്ടപ്പെട്ട രീതിയിൽ ഉണ്ടാക്കിയെടുക്കാം. ഇതൊക്കെ നമ്മുടെ ഐഡിയയിൽ വരുന്ന ചില കാര്യങ്ങളാണ്. നിങ്ങൾക്കും ഇതിന് നല്ല രീതിയിൽ തമ്പനയിൽ ഉണ്ടാക്കിയെടുക്കാം. കുറച്ച് ബുദ്ധിയും കുറച്ച് ഐഡിയയും ഉണ്ടായാൽ നമുക്ക് ഏത് രീതിയിൽ വേണമെങ്കിലും നമുക്ക് ഉണ്ടാക്കാം. ഇതറിയാൻ ശ്രമിക്കണമെന്ന് മാത്രം. ഇനി നമുക്കിത് സേവ് ചെയ്തെടുക്കാം. അതിന് മുകളിൽ കാണുന്ന ഐക്കണിലൊന്ന് ക്ലിക്ക് ചെയ്യുക, PNGയിലിടുക, വെരി ഹൈയിലിടുക. അതിനുശേഷം സേവ് ചെയ്യുക. വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യാൻ മറക്കല്ലേ. കൂടെ നിങ്ങളുടെ അഭിപ്രായങ്ങൾ കമൻറ്റ് ചെയ്യുക. പിന്നെ ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാത്തവർ ആരെങ്കിലും ഉണ്ടെങ്കിൽ അതൊന്നും മറക്കാതെ ചെയ്യട്ടെ.